നമസ്കാരം. ഞാൻ മൊയ്തീൻ രാഷ്ട്രീയ ലോക്ദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണത്തിൻ്റെയും നബിദിനത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നത്. ഒന്ന് നബിദിനവും അതിനു മുമ്പുള്ള ഓണാഘോഷം. രണ്ടും വളരെ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു വിഷയമാണ്. ഓണത്തിൻ്റെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ രണ്ടാം ഓണമാണ്, ഒന്നാം ഓണമാണ്. ഇന്നിപ്പോൾ നടന്നത് നബിദിനമാണ്. നബിദിനത്തിനെ കുറിച്ച് അത് രണ്ട് മൂന്ന് കാര്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന്, ആലുവയിൽ അദ്വൈതാശ്രമമുണ്ട്, നമ്മുടെ ഗുരുദേവൻ സ്ഥാപിച്ചു. അതിൽ ശാർങ്ഗധരൻ വർക്കല ശിവഗിരി മഠത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നപ്പോൾ അവിടുത്തെ അദ്വൈതാശ്രമ യോഗത്തിൽ എന്നെയും ക്ഷണിച്ചു. അന്ന് ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ആ യോഗത്തിൽ ഒന്ന് രണ്ട് പേര് സംസാരിച്ചു. ക്രിസ്ത്യാനിക്കും ഈഴവനും പുലയനും ഒക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് എന്താണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രത്യേകിച്ച് കാണാത്തത്? ന്യായമായ ചോദ്യമാണ്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞതാണ്. ഇസ്ലാം മത സ്ഥാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി, പ്രൊഫറ്റ് മുഹമ്മദ്, അദ്ദേഹം തന്നെ ഏറ്റവും വലിയ സാമൂഹിക ഭരണ പരിഷ്കർത്താക്കളായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു സമൂഹത്തിൽ മാറ്റം വരുത്താനോ പരിഷ്കാരം ഉണ്ടാക്കാനോ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ട്? ഒന്ന്, അധ്വാനിക്കുന്നവന് വിയർപ്പ് കണങ്ങിൽ പറ്റുന്നതിനായിട്ട് പ്രതിഫലം അല്ലെങ്കിൽ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ. അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടല്ലെന്ന മറ്റു വചനം. നമ്മുടെ അയൽവക്കം എന്ന് പറയുമ്പോൾ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് 4 ന്യൂസ് എന്ന് പറയുമ്പോൾ 4 ദിശയിലേക്കും കാണുന്ന 40 വീട്ടുകാരാണ്. ഓരോ ദിശയിലേക്കും 40 വീട്ടുകാരെടുത്താൽ 160 വീട്ടുകാർ വരും. അതാണ് അയൽവക്കം എന്ന് പറഞ്ഞത്. അല്ല തൊട്ട് നെയ്ബർഹുഡ്, ഇംഗ്ലീഷ് പറയുന്ന നെയ്ബർഹുഡ് അല്ല, അയൽവക്കം അങ്ങനെയാണ്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചോ ഇല്ലയെന്ന് നമ്മൾ നോക്കേണ്ട ബാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല, കിടക്കൂല. ഈ അയൽവക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നാളൊരു വിഘടനവാദി പറഞ്ഞത് അത് മുസ്ലിം ആയാലും കൊടുക്കാവുന്ന, അതൊക്കെ അബദ്ധം ചെടിയിലുമാണ്. അതൊന്നുമല്ല. മതം നോക്കാതെ അയൽവക്കത്തിന് ഭക്ഷണം കഴിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു തീരുമാനം ഞാനെടുത്താൽ, എൻ്റെ സുഹൃത്തെടുത്താൽ, പിന്നെ ഈ ലോകത്ത് എവിടെയെങ്കിലും പട്ടിണി ഉണ്ടാവുമോ? കാരണം എൻ്റെ അയൽവക്കോട്ട് നിങ്ങളുടെ അയൽവക്കോട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അതിൽ ഇപ്പോൾ വാങ്ക് വെളുപ്പിന് കൊടുക്കാതെ വാങ്ക് അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഭൂമിയിൽ നിന്ന് വാങ്ക് വിളി ശൂന്യമാകുന്നില്ല, എപ്പോഴും ലൈവായിരിക്കും, ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ലോകം മുഴുവൻ. അതുപോലെയാണ് അയൽവക്കത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു തത്വം പിന്നീട് പുതിയ തത്വത്തിന് ആവശ്യമുണ്ടോ? മറ്റൊന്ന്, അയൽവക്കത്ത് വീട്ടിൽ പേരമരം, ആ പേരമരം ഉണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പ് നമ്മുടെ പറമ്പിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് വരാം. മരം ഉണ്ടെങ്കിൽ ഇലയുണ്ടാവും, ഇലയുണ്ടെങ്കിൽ കരിയിലാവും. ആ കരിയില ഉണങ്ങിയ സ്വാഭാവികമായിട്ട് താഴെ പോകും. ആ താഴെ വീഴുന്ന കരിയില നമുക്കെടുക്കാൻ അവകാശമില്ല. അത് കൊടുക്കേണ്ടത് ആ വീട്ടുകാർ കൊടുക്കണം, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എടുത്തിടണം, ഇല്ലെങ്കിൽ അവർ അനുവാദം വാങ്ങിക്കണം. ഇത്രയും. അത് തന്നെയല്ല, മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പാവമാണെന്ന് പറയുന്ന ഇസ്ലാം മതം. പാപികൾക്കാണ് നരകം, കുറ്റവാളികൾക്കല്ല. കാരണം പാവം മനസ്സിൽ ചെയ്യുന്നതാണ്. പാവം കഴിഞ്ഞാൽ കുറ്റം വരുന്നുള്ളൂ. കുറ്റവാളികൾക്ക് ശിക്ഷകൾ ഈ ഭൗതിക കോടതിയിലുള്ളൂ. അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കോടതിയിൽ കുറ്റവാളികൾക്ക് ശിക്ഷയില്ല. കാരണം മനസ്സോട് ചെയ്യുന്ന പാപത്തിന് കുറ്റം വന്നു കഴിഞ്ഞു, ശിക്ഷ വന്നു കഴിഞ്ഞു, പിന്നെ മറ്റു ശിക്ഷ ആവശ്യമില്ലല്ലോ.
അത്രയും മോസ്റ്റ് മോഡേൺ, ലേറ്റസ്റ്റ്, ഏറ്റവും ആധുനിക തത്വസംഹിത ഉള്ള ഒരു മതത്തെ അങ്ങനെ ഒരു ശക്തി നിയന്ത്രിച്ചപ്പോൾ പിന്നെ ഒരു പരിഷ്കർത്താവ് ആവശ്യമില്ല. അതാണ് പരിഷ്കർത്താക്കൾ വേണ്ട എന്ന് വരാത്തതിന് കാരണം. ഏതായാലും ആ വിഷയം നമുക്കത് ഇവിടെ നിർത്താം, വലിയ പ്രസംഗമൊന്നും നിർത്തിയില്ല. മറ്റൊന്ന്, ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ, ക്യാപ്റ്റൻ രാജുവിൻ്റെ, അങ്ങനെ പല പലവരുടെയൊക്കെ ജന്മ ആഴ്ചകളൊക്കെയാണ്, ചരമാഴ്ചയുണ്ട്, എല്ലാം ഉണ്ട്, അതൊക്കെ നടക്കുന്നു. ഈ അടുത്ത ദിവസം പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്നൊരു സംഘടന, ഇന്നാണ് വാർത്ത, ഇപ്പോൾ ഈ നിമിഷമാണ് എനിക്ക് വാർത്ത കിട്ടിയത്. ഞാൻ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. ആ സംഘടന കേരളത്തിലാണ് ആദ്യമായിട്ട് രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് കൂടി എന്ന് പറയാണ്. അവരൊരു പേരിട്ട് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ്, എന്നിട്ട് അവർ പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ്. അവർ ഇവിടെ ഇപ്പോൾ അമ്മ എന്ന് പേരിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ആ പേര് നല്ലതല്ല, അതൊരു കോമൺ നെയിം ഒരു സംജ്ഞാനാമമായിട്ട് ഉപയോഗിക്കണം, അല്ലാതെ പിന്നെ സർവ്വനാമമായിട്ട് ഉപയോഗിക്കരുത്. ഇത് സർവ്വനാമമായിപ്പോയി. അവിടെ തെറ്റുപറ്റിയ ആ സംഘടന ഫെയിലിയറായിപ്പോയി. അത് നയിച്ച നേതാക്കൾ വേണ്ടത്ര ശുഷ്കാന്തിയോ അല്ലെങ്കിൽ പക്വതയില്ലാത്തതിൻ്റെ പേരിൽ അത് ഫെയിലിയറായിപ്പോയി. ഇപ്പോൾ പിരിച്ചുവിട്ടില്ലോ. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തൊഴിലാളികളുടെ ക്ഷേമം തോന്നുന്നു. മേക്കേഴ്സ്, വാട്ട് ഈസ് മീൻ ബൈ മേക്കേഴ്സ്? ഫിലിം മേക്കേഴ്സ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അല്ലേ, നിർമ്മാതാക്കളല്ലേ. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് എങ്ങനെ തൊഴിലാളികൾ ക്ഷേമം ഉണ്ടാക്കാൻ പറ്റും? സിനിമ നിർമ്മിക്കുന്ന സംഘടനയ്ക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവർക്ക് സംരക്ഷണം, അതൊക്കെ ഓക്കെ. അപ്പോൾ പേരിടുമ്പോൾ തന്നെ നിങ്ങളെന്തോ അതായത് പണ്ട് ഭാര്യ പറഞ്ഞു, ഭട്നാഷയുടെ അടുത്തൊരു സിനിമ നടി, ഈ ഭട്നാഷ അത് കേട്ടില്ല, വലിയ വിദ്യാഭ്യാസമുള്ള ആളോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആളോ തനി വിരൂപരായിരുന്നു. അപ്പോൾ എന്താ സിനിമ നടി പറഞ്ഞു, സിനിമ നടി സ്വാഭാവിക സൗന്ദര്യം ഉണ്ടെന്നാണല്ലോ. അങ്ങ് നമ്മൾ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ലോകത്തെ ശുദ്ധിമാനും ലോക ബുദ്ധിമാനും ലോക സുന്ദരനും ആയിരിക്കും പറഞ്ഞു. ബുദ്ധിമാനായ ഭട്നാക്ഷയ്ക്ക് ബുദ്ധിയുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ്. അത് മറിച്ചാണെങ്കിലോ നിങ്ങളുടെ ബുദ്ധി സിനിമാടികൾക്ക് ബുദ്ധി ഇല്ലാതെ, സൗന്ദര്യമുള്ളവർക്ക് ബുദ്ധി കുറവായിരിക്കും. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി അവർ ചിന്ത അങ്ങനെ പോകും. അപ്പോൾ സൗന്ദര്യമുള്ളവർക്ക് ബുദ്ധി കുറവാന്നൊരു ലോക തത്വമുണ്ട്, ഒരു പരിധി ശരിയാണ്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യം ആ കുട്ടിയായിരിക്കും ലോകത്ത് ഏറ്റവും വലിയ വിരൂപൻ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ പോലെ സിനിമാ നടികൾക്ക്, നടന്മാർക്കൊക്കെ അവരുടെ സൗന്ദര്യബോധം ശ്രദ്ധിക്കുന്നതുകൊണ്ടും പിന്നെ വലിയ ആഴത്തിൽ ചിന്തിക്കാത്തതുകൊണ്ടും, ചിന്തിക്കുക വളരെ ഉള്ളൂ. ചിന്തകന്മാരൊന്നും സിനിമാ നടന്മാരോ സിനിമ മേഖലയിൽ എഴുത്തുകാർക്കൊക്കെ ഉണ്ട്, സംവിധാനമൊക്കെ ഉണ്ട്. ഈ ആക്ടേഴ്സ് അത്ര ചിന്തയോട് അറിയില്ല, മമ്മൂട്ടിയൊക്കെ മാറ്റുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനൊരു പ്രത്യേക തെറ്റുണ്ടത്. ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരുടെയായിട്ട് ശരിയല്ല. നിങ്ങൾ ധരിക്കുന്നത് ഫിലിം നിർമ്മാതാക്കളെ, ഫിലിം പ്രൊഡ്യൂസേഴ്സിനല്ല, അതുപോലെ പകരമാണ്. അപ്പോൾ അതിൻ്റെ ഫെഫ്ക മറ്റോ പിള്ളന്തപ്പോഴും അതിന് പകരമാണോ എന്നറിയില്ല. നിങ്ങൾ അങ്ങനെ വേണ്ടി തന്നെയും അത് തൊഴിലാളിയായിട്ട് വരുന്നില്ല. ഫിലിം മേക്കേഴ്സ് അതൊന്നും തൊഴിലാളിയായിട്ട് വരുന്നില്ല, എനിക്കറിയാം. അത് നിർമ്മാതാക്കളുടെ ഒറ്റയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫിലിം വർക്കേഴ്സ് എന്ന് പറയാം, ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വർക്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് കൂടി കൊടുക്കാം. മറ്റേ അമ്മയുടെ പോലെ ആർട്ടിസ്റ്റ് വരെ വർക്കേഴ്സ് വരെ. വർക്കേഴ്സ് വെച്ചാൽ ഈ നോൺ ഗസ്റ്റഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരും, ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കലാകാരനാണ്. അപ്പോൾ തൊഴിലാളി സംഘടന എന്ന് വേണമെങ്കിൽ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾക്കൊരു സംഘടന ഉണ്ട്, എന്തറിയോ, 4K ആണ്. കമല കേരള കലാകേന്ദ്ര. കമല കേരള കലാകേന്ദ്ര കമല കേരള കലാകേന്ദ്ര, അത് 4K ആണ്. അതുപോലെ സാംസ്കാരിക സംഘടന ആകാം. ഇതുകൊണ്ട് ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പറയണം. പിന്നെ മറ്റൊന്ന് വീണ്ടും പറയുന്നു, വയനാട് ദുരന്തത്തെക്കുറിച്ച് ആരോ എഴുതി ചോദിച്ച അതിൻ്റെ വിവരം കൊടുത്തത്, ആ ലിസ്റ്റ് അനുസരിച്ച് വലിയ തെറ്റിദ്ധാരണയും തെറ്റും ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ പ്രചരണം തുടങ്ങി. അത് ഒന്നുകൂടി മനസ്സിലാക്കണം. അതൊരു എസ്റ്റിമേറ്റാണ് കാണിക്കുന്നത്. എസ്റ്റിമേറ്റ് എപ്പോഴും ഒറിജിനൽ വിലയേക്കാൾ വാങ്ങിയ വില, വിറ്റ വില, പരസ്യവില, അങ്ങനെ 3 വിലയാണല്ലോ. അപ്പോൾ എസ്റ്റിമേറ്റ് എപ്പോഴും കൂടി വിലയിടും. അത് കഴിഞ്ഞാണ് നമ്മൾ വിൽപ്പന വിലയിടുന്നത്. അങ്ങനെയൊക്കെ വന്ന അപാകതയായിരിക്കാം. അല്ലെങ്കിൽ 75,000 രൂപയൊക്കെ ഒരു ശവദാഹമടക്കത്തിന് ചിലവാകുന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു പോയിന്റ്, അങ്ങനെ ശവസംസ്കാരത്തിന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് മാക്സിമം എമൗണ്ടാണ് 75,000. അതിൽ ഒരു കാരണവശാലും കൊടുക്കില്ല.
അതുകൊണ്ടാണ് മാക്സിമം എമൗണ്ട് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം പറക്ക് വെട്ടി തുടിക്ക് വെട്ടി ആണെന്നുണ്ടെങ്കിൽ ഇടങ്ങഴിക്ക് വിട്ടാൽ മതി. പണ്ടൊരു മരം ഒരാൾ പറ ഉണ്ടാക്കാൻ ഉണ്ടാക്കി, അത് തെറ്റിപ്പോയപ്പോൾ ചെറുതായി പോയി. അടസാനേക്കാൾ ചെറുത് തുടിയാണ്, തുടി ഉണ്ടാക്കാൻ പറഞ്ഞു, അതും പറ്റില്ല. പക്ഷേ ഇടങ്ങഴി ഏറ്റവും ചെറുതാണ്. ഇടങ്ങഴി അറിയാവുന്നുണ്ടെങ്കിൽ ഇടങ്ങഴി ഉണ്ടാക്കാൻ പറഞ്ഞു. അതുപോലെയാണ് നമ്മൾ 10 ചോദിച്ചാലല്ലേ നമുക്ക് 5 കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ സഹകരിച്ചു പോകുന്നൊരു പാർട്ടിയിലാണ് പോകുന്നത്. പക്ഷെ അതിനാൽ എങ്കിലും ആന്ധ്രയിൽ ഒരു കുഴപ്പമുണ്ടായപ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 36 പേരൊറ്റ മരിച്ചിട്ട് 5000-6000 കോടി രൂപയായിട്ട് അനുവദിച്ച്. നമ്മുടെ കൊച്ചു കേരളത്തിൽ 500 പേരിൽ അടുത്ത് മരിച്ചിട്ടും കുറേ പേരെ കാണാതായിട്ടും സർക്കാർ ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല. അതെന്താണെന്നുള്ള ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൂടി ഉത്തരവാദിത്തോട് നമ്മളത് അന്വേഷിക്കും, അതിനൊക്കെ ശ്രദ്ധിക്കും, പറയും. ഏതായാലും അന്ധമായ ഗവൺമെൻറ് എതിർക്കരുത്, അത് നമുക്ക് ഗുണമല്ല, ദൂഷ്യം ചെയ്യുന്നത്. വ്യക്തിവൈരാഗ്യമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ പരസ്പരം ധാരണയെത്തി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പിന്നെ വീണ്ടും പറയുന്ന ഒരു പോയിന്റ്, ഒന്നല്ല പറഞ്ഞല്ലോ, RSS, സംഘപരിവാർ, BJP, ഇതെല്ലാം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായ നിലക്ക് അത് ആ രീതിയിൽ വിലയിരുത്താണ് ബുദ്ധി, അല്ലെങ്കിൽ അത് മണ്ടനായി പോകും. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഒരു BJP നേതാവ് ചോദിച്ചേ, പല നേതാക്കളും കാണുന്നുണ്ട്, പല പാർട്ടികളുടെ ലീഡേഴ്സും RSSനെ കാണുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഈ നമ്മുടെ ADGP RSSനെ കണ്ട തെറ്റ് എന്നുള്ളു. ശരിയാണ്, ആ ചോദ്യം അവർക്ക് ചോദിക്കാം, ശരിയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കണമെന്നറിയോ BJP നേതാക്കളെ, ഞാൻ പറയണം, ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞ പ്രധാന കാരണം RSS വിരുദ്ധ, അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ, BJP വിരുദ്ധ വോട്ട് വാങ്ങിയാണ് കേരളത്തിൽ അവർ ജയിച്ചതും ഭൂരിപക്ഷം ഭരിച്ചതും. അങ്ങനെ ചെയ്തതിന് ശേഷം അവർ ആദർശത്തിലും പോളിസിയിലൊന്നും മാറ്റം വരുത്താതെ ഇരിക്കുമ്പോൾ പോലീസ് ഏറ്റവും ഉന്നത, അതായത് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ഒരാൾ, അതും അനൗദ്യോഗികമായി രഹസ്യമായിട്ട് ഈ 2 നേതാക്കളെ ഏതാനും ആഴ്ചകൾ വ്യത്യാസം കണ്ടതിലെ എന്താണെന്നാ ചോദിക്കുക. അത് എന്തിന് കണ്ടു എന്നാ ചോദിക്കുക കുറേ ആൾക്കാർ. അതിന് ഉത്തരം പറയേണ്ട കാര്യം സർക്കാരാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS എന്നുള്ളത് മീന് പറയും പോലെ ഒരു സംഘടന ആയിക്കഴിഞ്ഞു, ഇനി അതിനൊന്നും എതിർത്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല, അത് എതിർത്തും കാര്യമില്ല. അപ്പോൾ അത് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഏത് നേതാക്കൾക്കും RSS നേതാക്കളെ കാണാം, അത് സാങ്കേതികമായി തെറ്റുന്നില്ല. ഇവിടെയുള്ള വിഷയം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായിട്ട് ഏതാണ്ട് ആഴ്ചകൾ വ്യത്യാസത്തിൽ 2 പ്രമുഖ, ഏറ്റവും ഉന്നതിൽ തൊട്ടടുത്ത് വരുന്നത് 2-3 സ്ഥാനമുള്ള ആള് എന്തിന് രഹസ്യമായിട്ട് കണ്ടു, അതെന്താണെന്ന് പറഞ്ഞാൽ മതി, ഇന്നതുകൊണ്ട് കണ്ടു പറഞ്ഞു. അതല്ലെങ്കിൽ അത് CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അത് ക്ഷീണം ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, കെജ്രിവാളിൻ്റെ ജാമ്യം, പിന്നെ അദ്ദേഹത്തിൻ്റെ രാജി, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാവി പ്രവർത്തനമൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ ഹരിയാനയിൽ ഏതാണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവരുടെ കഴിവുകേടോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യമോ BJPയുടെ തന്ത്രമോ അല്ലെങ്കിൽ യുക്തിയോ അനുസരിച്ച് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തെറ്റി ഒറ്റക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹരിയാനയിൽ കോൺഗ്രസ് കിട്ടുമായിരുന്ന ഒരു വിജയം പോലും ഏതാണ്ട് ഇപ്പോൾ സംശയാസ്പദമാണ്. അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത, പ്രായോഗിക ബുദ്ധിയില്ലാത്ത നേതാക്കൾ നയിക്കുന്ന ഒരു പ്രസ്ഥാനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. ഇതെപ്പോഴും നമ്മൾ തന്ത്രമാണ്, രാഷ്ട്രീയ തന്ത്രമാണ്, അല്ലെങ്കിൽ കുതന്ത്രം വരെ ഉപയോഗിക്കാം. ഇലക്ഷൻ സംബന്ധിച്ചില്ല, ഇലക്ഷനിലും പ്രേമത്തിലും യുദ്ധത്തിലും തന്ത്രം മാത്രം കുതന്ത്രം വരെ ഉപയോഗിക്കാം. അവിടെ 3 ജയിക്കുക എന്നുള്ളതാണ്. അതിൽ ഏത് തന്ത്രം ഉപയോഗിക്കാം, കുതന്ത്രം ഉപയോഗിക്കാം. അതുപോലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ തന്ത്രം ഉപയോഗിക്കണം. BJP
NDA മുന്നണി ഒരു തന്ത്രം ഉപയോഗിക്കുമ്പോൾ അവർ ജയിക്കണം എന്നുള്ള സമയം ഉണ്ടാക്കും. എന്ത് ഘട്ടം വരെ അവർ പോവും. അത് അവരുടെ ലക്ഷ്യമാണ്. അപ്പം നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കൗണ്ടർ ചെയ്യണം, അത് ഓടും. അല്ലാതെ ഞഞ്ഞ പറഞ്ഞും അല്ലെങ്കിൽ എതിര് പറഞ്ഞൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതൊന്നും ബുദ്ധിയല്ല. നിങ്ങൾ കാണിക്കുന്നതിൽ പല മണ്ടത്തിലുണ്ട്. അത് ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ. അന്ന് കോൺഗ്രസ് എതിർക്കാൻ വേണ്ടി പിന്നെ ജയപ്രകാശ് നാരായൺജി ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ 2 കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാനിത് ഒരു സ്ഥാനവും വഹിക്കില്ല. മറ്റൊന്ന്, കോൺഗ്രസ് വെച്ച് ബാക്കി എല്ലാവരും ഇതിൽ ചേർക്കാം, ആരും പുറത്തു നിർത്തണ്ട എന്നുള്ള 2 പ്രധാന പോയിന്റ് വെച്ച് മുന്നോട്ട് അത് ഭരണത്തിൽ വന്ന് വർഷങ്ങൾ നിലനിന്നു. ഇവിടെ ഇത് കോൺഗ്രസ് പറ്റാത്ത, കോൺഗ്രസ് മുന്നണി രൂപീകരിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്ഥാനം വേണം, എല്ലാവർക്കും പ്രധാനമന്ത്രി വേണം, എല്ലാവർക്കും മുഖ്യമന്ത്രി വേണം. അത് പറ്റും. അപ്പോൾ പിന്നെ നിഷ്പക്ഷത്തിന് ആരുമില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കണക്കൂട്ടിൽ ഖാർഗെയുടെ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും വേണ്ടത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് ഞങ്ങൾ അന്നും ഇന്നും പറയാൻ കാരണം ഇതാണ്. അതുകൊണ്ട് മണ്ടത്തരം കാണിച്ചിട്ട് ഫെയിലിയറായി പോയിട്ട് മറ്റു പാർട്ടി മറ്റു സംഘടനയെ കുറ്റപ്പെട്ട് കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യുക. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ഇതൊക്കെയാണോ ഇവിടെ ജനങ്ങൾ കഷ്ടപ്പാട്? വില വർധനവുണ്ട്. ഞങ്ങൾ വീട്ടിൽ പറയുന്നത് 30 രൂപ ഉണ്ടായിരുന്ന അരി 60 രൂപയായി, ചിലയിടത്തേക്ക് 75 രൂപയായി. നമ്മുടെ സർക്കാർ വിതരണം ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും അളവും കുറച്ച് വിലയും കൂട്ടി. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്ന ഇതെല്ലാം സർക്കാർ വെറുതെ കൊടുക്കും. ഒന്നുമില്ല കാര്യമായിട്ട് ഉള്ളിൽ തന്നെ വിലയും കൂടുതലാണ്, വീണ്ടും കൂട്ടാണ്. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നതെന്നറിയോ? ആകെ കൂടി ലോട്ടറി വിൽപ്പ. അതിപ്പോൾ തകരാറും പുലിവാലും കേസുമാണ്. മറ്റൊന്ന് മദ്യവിൽപ്പന അടുത്ത കാലത്ത് ഒരു തീരുമാനമെടുത്ത് ഡ്രൈ ഡേ. സാധാരണ ശമ്പളം കിട്ടുന്ന ദിവസമാണ് സർക്കാർ ശമ്പളം 1-ാം തീയതി അങ്ങനെ അടിച്ചിടുമായിരുന്നു. അത് മാറ്റി അവിടെ തുറക്കാനുള്ള തീരുമാനം ദിവസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, അതിനേക്കാൾ വലിയൊരു ആപത്ത് ഇപ്പം മദ്യം ഓൺലൈനിൽ കൊടുക്കാവുന്ന വീടുകളിലേക്ക്. ഇവിടെ സൂപ്പർ മെഡിക്കൽ സ്റ്റോർ കൊടുക്കാണ്. അത് മെഡിക്കൽ സ്റ്റോർ എന്താ, ഭക്ഷണം കഴിക്കണോ? മരുന്നാണ്. അതിന് സൂപ്പർ സ്റ്റോറേജ്, അത്ര കണ്ട് വിൽപ്പന. ഇവിടെ ലോകത്ത് എല്ലാ അസുഖങ്ങൾക്കും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്ക. അത് പുറത്തു പറയുന്നില്ല. കാരണം പുറത്തുപോയി കോടാനുകോടി രൂപ പൊടിക്ക് മരുന്ന് കമ്പനിയാണ് ലോകത്തുള്ളത്. അപ്പോൾ അവർ രോഗം ഉണ്ടാക്കും, ഒരു സ്റ്റോറി പിന്നെ മരുന്ന് ഉണ്ടാക്കും. ആദ്യം രോഗം ഉണ്ടാക്കുന്നില്ല, മരുന്നുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള കോവിഡൊക്കെ ഉണ്ടല്ലേ. അതേസമയത്ത് ഹാത്തി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 400 തരം മരുന്നാണ് ഇന്ത്യയിൽ. അത് 40,000 തരമല്ല ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും ഉണ്ടല്ലോ, അതിന് മുമ്പായിട്ട് വിൽക്കാൻ വേണ്ടി റെപ്രസെൻറ്റേറ്റീവ്മാർ പോയി ഡോക്ടറെ കണ്ട് കൈക്കൂലി കൊടുത്ത് അവർ കുറിക്കാണ്. ഇപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ അവർ സന്ദർശിക്കുക റെപ്രസെൻറ്റേറ്റീവ്. അവിടെ ചെല്ലുമ്പോൾ ഇന്ന മരുന്ന് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, അത് ഇന്ന ദിവസം തീർക്കണം. ഉടനെ അടുത്ത ഡോക്ടറിൽ നിന്ന് കാണാണ്, ഡോക്ടർ ഇന്ന പ്രോത്സാഹനം, ഫ്രിഡ്ജുണ്ട്, ഇത് സിംഗപ്പൂർ യാത്രയുണ്ട്, അതൊന്ന് തീർക്കണം. ഉടനെ ചെല്ലുന്ന രോഗികൾക്കാണ് ഡോക്ടർ കുറിക്കാണ്. രോഗികൾ സാധാരണഗതിയിൽ ഇതൊന്നും മെഡിക്കൽ സയൻസ് പഠിച്ച കുട്ടികളൊന്നല്ലല്ലോ, അവരത് വാങ്ങിച്ചു കഴിക്കും ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിലെങ്കിലും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മെഡിക്കൽ കോളേജല്ല, ഈ ആശുപത്രി സ്ഥാപനങ്ങൾ വന്നിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഇപ്പോൾ കോഴിക്കോട് ഓപ്പറേഷൻ നടത്തിയിട്ട് അമ്മയും മരിച്ചു, ആ കുഞ്ഞും മരിച്ചു. ഇത് ഓൺലൈൻ നോക്കി ഓപ്പറേഷൻ നടത്തി ആ സ്ത്രീ മരിച്ചു. ഇന്നലെ കൊല്ലടുത്ത് ഒരു ഡോക്ടർ ഒരു കൂട്ടുകാരനും സമയം വളരെ വൈകിയാണ് രാത്രി, ഒരു സ്കൂട്ടർ ഇടിച്ച് വീഴ്ത്തിയിട്ട് ആ ഡോക്ടർ പറഞ്ഞ് വണ്ടി പോട്ടി വണ്ടി കയറ്റി അവിടെ പറ്റി. ഇപ്പോൾ അവർ 2 പേരെയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് അതിന് കാരണം എന്താണ്? മെയിൻ റീസൺ എന്താ? അത് അവർ മദ്യപാനികളായിരുന്നു, മദ്യം കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഏതാണ്ട് 2% കൂടുതൽ ആവറേജ് മദ്യപാനികൾ വന്നിട്ടുണ്ട്. ഇതൊരു 4% എത്തിക്കഴിഞ്ഞാൽ, 40% എത്തിക്കഴിഞ്ഞാൽ, അതായത് 10 പേര് കൂടുന്നിടത്ത് 4 മദ്യപാനികളാണെങ്കിൽ ഒരു പ്രശ്നം എങ്ങനെ തള്ളി മാറ്റും, എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇപ്പം ഞാൻ ഡൽഹി പോയിട്ട് വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കലൂര് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ സമയം കുറച്ച് വൈകി. ഇതിൽ ഇറങ്ങിയപ്പോൾ അവിടെ എല്ലാം ഈ വെള്ളടിക്കാർ മറ്റ് ഭിക്ഷക്കാരൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. മാന്യന്മാർക്ക് ഒന്നും നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എൻ്റെ വണ്ടി വരെ താമസിച്ചിട്ട് അവിടെ ഞാൻ നിന്നാണ്. അതുപോലെയാണ് ആവശ്യം. അപ്പോൾ 10 പേര് കൂടുതലെടുത്ത് 2 പേരെങ്കിലും മദ്യപാനികളാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ബാക്കി 8 പേര് വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റും.
ഇതൊരു 4 പേര് ആയാൽ നമ്മൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ യൂണിറ്റിൽ ആ മേഖലയിലെ വിഷയം. ആര് പറഞ്ഞിറക്കും, ആറ് പരിഹരിക്കും പ്രശ്നം? അതിപ്പോൾ വരാൻ പോവല്ലേ. ഓൺലൈനിൽ മദ്യം, കാടുകളിലുള്ള മദ്യം. ഈ ഗവൺമെൻറ്, ഈ LDF ഗവൺമെൻറ് കയറിയ ശേഷം എത്ര മദ്യഷാപ്പുകൾക്കാണ് ലൈസ് കൊടുത്തോന്നാണ്. ഒരു കണക്കുമില്ല, ഒരു ധാരില്ല. അതിനെല്ലാം നിയമം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മദ്യഷാപ്പുകളുടെ എണ്ണം, ഈ ബാറിൻ്റെയൊക്കെ എണ്ണം കുറക്കുമായിട്ട് എണ്ണം കൂടിപ്പോയി. ചെല്ലുന്നെല്ലാം മുട്ടും ബാറൊക്കെ ആയിട്ടുണ്ട്. എന്താണ് ഈ അവസ്ഥ? ഇതിനെക്കുറിച്ചൊന്നും ഒരു വറിയുടെ ഒരു പ്രശ്നമൊന്നും ഈ സഖാക്കൾക്കില്ല. ഒരു നേതാവ്, ഒരു വനിതാ നേതാവ് എറണാകുളം ജില്ലയിലാണ്, എക്സൈസ് ബന്ദി ചെയ്തപ്പോൾ ട്രിവാൻഡ്രത്തേക്കുണ്ടല്ലോ, ഫസ്റ്റ് ക്ലാസ് തീവണ്ടിയിൽ എത്ര യാത്ര ചെയ്തറിയോ? എന്തിനാണ്? എക്സൈസ് മിനിസ്റ്റർ കാണാൻ ഈ യുവതി ഇത്രയും പ്രാവശ്യം AC ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകണേ എന്തിനാണ്? അപ്പം അതിനർത്ഥം ഈ സഖാക്കൾ പോലും, അതിൽ വനിതാ സഖാക്കൾ പോലും ബാറ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് സഹായിക്കുകയാണ്, അതിന് ലക്ഷങ്ങൾ വാങ്ങിക്കുകയാണ്. ഒരു ബാറ് കിട്ടുന്ന 20 അപ്പം ഇതെല്ലാം നാടിൻ്റെ വളർച്ചയ്ക്ക് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടും LDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം അത് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ചെന്നില്ലെങ്കിൽ വരുന്നതെല്ലാം നിങ്ങളെക്കുറിച്ച് ആരോപണമാണ്. ഇന്നിപ്പോൾ ഈ ലിസ്റ്റ് വന്ന് അതിൽ എന്തെല്ലാം ശരിയല്ലേ? 75,000 രൂപയാണ് ഒരു ശവദാഹത്തിന് കാണിക്കാൻ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലെ ചിന്തിച്ചുകൊണ്ട് പറയുന്നു ഇതൊരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റാണ്, അത് കുറഞ്ഞ റേറ്റ് അല്ല, അത്രയൊക്കെ കാണിച്ചാലേ അവിടെ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ബഡ്ജറ്റിൻ്റെ കോപ്പി എടുത്താണ്, എസ്റ്റിമേറ്റ് കോപ്പി എടുത്താണ് കോടതി കൊടുക്കുക. കോടതി പബ്ലിഷ് ചെയ്ത് അത് ആ കേസ് കൊടുത്ത ആൾ അത് പബ്ലിഷ് ചെയ്ത് ഇത് കണ്ടു 75,000 മറ്റത്. അവിടെ ഒന്നും വേണ്ട, സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഭക്ഷണമൊന്നും വേണ്ട, തുണി വേണ്ട, വണ്ടി വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടികൾക്കും ആളെ കൊണ്ടുപോകാനൊക്കെ കോടികളെ കാണിച്ചത്. എവിടെ ചെന്ന് എത്തും സഖാക്കളെ? നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.